പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ വിശുദ്ധ തിരുവചനവുമായി അല്പസമയങ്ങൾ ചെലവഴിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ നാം അറിയണമെങ്കിൽ, യേശുക്രിസ്തുവിനെ നാം അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷമായ ഒരു കർമ്മമാണ് രക്ഷ എന്നുള്ളത്. നാം രക്ഷിക്കപ്പെടുക. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരസ്യമായി അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നതാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അതിൻ്റെതായ അടയാളമെന്ന് പറയുന്നത്. എന്നാൽ ഒരു ദൈവവൈതൽ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവന് ജീവിതത്തിലൂടെ കടന്നുപോയ ഒത്തിരി പാപങ്ങളുണ്ട്. ആ പാപങ്ങളുമായി ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് എന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. ദാവീദ് പ്രകാരം പാടി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനുഷ്യൻ്റെ ജനനം തന്നെ പാപത്തിലാണ് എന്ന് വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപമില്ലാതെ ജനിച്ച ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തിലെല്ലാ മനുഷ്യരും പാപികളായി തീരുന്നു, പാപം ചെയ്യുന്നവരായി മാറുന്നു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തുന്നു. പാപം ചെയ്തു ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അറിവില്ലാതെ, തെറ്റാണെന്നുള്ള ബോധ്യമില്ലാതെ പാപം ചെയ്യുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ നീതിമാന്മാരെ അല്ല, പാപികളെ അത്ര വിളിപ്പാൻ വന്നത്. മനുഷ്യൻ്റെ ഉള്ളിലെ പാപത്തെ യേശു തമ്പുരാൻ വെറുക്കുകയും ആ പാപികളെ യേശു സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഏതൊരു മനുഷ്യരുടെ ജീവിതത്തിലും കടന്നു പോകുന്ന പാപങ്ങളും നിരവധിയാണ്. ആ പാപങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 90 സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പാപങ്ങൾ യഹോവയുടെ മുൻപാകെ ഇരിക്കുന്നു. നാം പാപം ചെയ്യുന്നത് ഒരുപക്ഷെ മനുഷ്യരാരും അറിയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നാൽ ദൈവത്തെ നമുക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയാണ് ഇരിക്കുന്നത് എന്ന്, ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പാപങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപപ്രവൃത്തികളും ദൈവത്തിന് മുൻപാകെ ഇരിക്കുന്നു. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ പാപം ഒരു ദൈവദാസൻ്റെ മുമ്പിലോ, ഒരു വിശ്വാസിയുടെ മുമ്പിലോ, ഒരു പുരോഹിതൻ്റെ മുമ്പിലോ ഒന്നുമല്ല ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപാകെ മനുഷ്യൻ്റെ പാപം ഇരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ തന്നെ 90-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. പരസ്യമായി പാപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ രഹസ്യ പാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ അത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത രഹസ്യ പാപങ്ങളെ ദൈവം വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അത് നമുക്കത് ദൈവസന്നിധി ചെല്ലുമ്പോൾ ലജ്ജയായി മാറും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ അകൃത്യങ്ങളെ അവൻ സംഗ്രഹിച്ചു വെക്കുന്നു. നാം ചെയ്യുന്ന അകൃത്യങ്ങൾ, കൃത്യമല്ലാത്ത കാര്യങ്ങൾ, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ, ദൈവഹിതമില്ലാത്ത ചിന്തകൾ, ദൈവഹിതമില്ലാത്ത സംസാരങ്ങൾ, ദൈവഹിതമില്ലാത്ത ആലോചനകൾ, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ ദൈവം ചെയ്യുന്നു, സംഗ്രഹിച്ചു വെക്കുന്നു, ശേഖരിച്ചു വെക്കുന്നു. എന്തിനെന്നറിയാമോ? നാം ന്യായാസനത്തിന് മുൻപാകെ ദൈവിക ന്യായവിധിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും തക്കവണ്ണം അതിൻ്റെ പ്രതിഫലം പ്രാപിക്കുന്ന ദിവസത്തിൽ മനുഷ്യൻ ചെയ്യുന്ന സകലതും അവിടെ ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്ന ദിവസമുണ്ട്. അത് കൂട്ടിവെക്കുമ്പോൾ ആ നാളിൽ അവൻ്റെ അകൃത്യങ്ങൾ ദൈവം മറതയ്ക്ക് പുറത്ത് കൊണ്ടുവന്ന് അതിനെ കാണിക്കും എന്ന് വിശുദ്ധ തിരുവചനം നമുക്ക് ആധികാരികമായി മനസ്സിലാക്കുന്നു. ഒത്തിരി കാര്യങ്ങളെ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പാപം ദൈവം മുമ്പാകെ ദൈവം എഴുതി വെക്കുന്നു. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന്നു കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. ഒരിക്കലും ദൈവം അത് മറക്കില്ല. മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെ ദൈവം മറക്കുകയില്ല. മനുഷ്യൻ ദൈവത്തെ കോപിപ്പിക്കുന്ന മറക്കില്ല. ദൈവത്തോട് പറയുന്ന
ദൂഷണത്തെ മറക്കുകയില്ല. പരിശുദ്ധാത്മാവിന് നേരെ സംസാരിച്ചതെയും മറക്കത്തില്ല. മറ്റൊരിടത്ത് യോബ് പറയുന്നു, യോബിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നു, എൻ്റെ പാപം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ഇതെല്ലാം കരുതി വെക്കുന്നു. മനുഷ്യനെ മറയ്ക്കാൻ പറ്റും, എന്നാൽ ദൈവത്തിന് മുമ്പാകെ മറയപ്പെടുന്നില്ല എന്ന് വിശുദ്ധ തിരുവചനം നമ്മെ ആധികാരികമായി പഠിപ്പിക്കുന്നു. ദുഷ്ടതകളെല്ലാം നമ്മെ ഓർക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ദുഷ്ടതകളെല്ലാം ദൈവം ഓർക്കുന്നു. ദൈവമൊന്നും മറന്നു കളയത്തില്ല. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറക്കുന്നില്ല, അപ്പോൾ തന്നെ നമ്മുടെ ദുഷ്ടതകളെയും ദൈവം മറന്നു പോകുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ചെയ്യുന്നത് തെറ്റാണ്, പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കഴുകൽ പ്രാപിപ്പാൻ, വിശുദ്ധീകരണം പ്രാപിപ്പാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ അടുത്തു വരുന്നൊരു മനുഷ്യനെ ദൈവൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രിയമുള്ളവരെ, പാപം മറച്ചു വെക്കാതെ, പാപം ഒരു പുരോഹിതൻ്റെ മുമ്പിൽ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞാൽ നീതീകരിക്കപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. മനുഷ്യനിൽ നിന്നുള്ള നീതീകരണമല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള നീതീകരണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരു പാസ്റ്ററിൻ്റെ മുമ്പിൽ ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, ഒരു ദേവദാസന് മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞാൽ അതിനൊരു നീതീകരണം പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം മുൻപാകെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ അവനെ ദൈവസന്നിധി നോക്കാൻ പോലും കഴിയാതെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട്, ഈ പാപിയായി എന്നോട് കരുണ തോന്നണമേ എന്നത് ഈ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചാൽ ചുങ്കക്കാരൻ അവൻ ചെയ്ത തെറ്റുകൾ ദൈവസന്നിധി ചെന്നപ്പോൾ ബോധ്യമായി, അവൻ ആരാണെന്ന് ബോധ്യമായി, താൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധി നിലവിളിച്ച് കരഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ടവനെന്ന് വിശുദ്ധ ദൈവത്തിന് വചനം പഠിപ്പിക്കും. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി അവൻ സന്തോഷിച്ച് ആനന്ദിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, സകല പാപങ്ങളും ദൈവം ക്ഷമിക്കുന്നതും, പക്ഷേ ദൈവത്തെ അംഗീകരിക്കുവാൻ ഇടയായി. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അറിവില്ലാതെ ചെയ്ത തെറ്റുകൾ ഒത്തിരിയുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചുകൊണ്ട് ദൈവകൃപയിൽ വിശുദ്ധിയിൽ ദൈവസന്നിധി ജീവിക്കുവാനാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപം കടും ചുവപ്പാണെന്ന് യശയ്യാപ്രവാചകൻ പറയും. കടും ചുവപ്പ് കളർ. നമ്മുടെ പാപം രക്താംബരം പോലെ എന്തായിരിക്കുന്നു? ചുവപ്പാണെന്ന് യശയ്യാ 1:18 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപനിമിത്തം ദൈവമുമ്പിൽ നാം അശുദ്ധമാക്കപ്പെട്ടിരിക്കുക, മലിനപ്പെട്ടു പോകുകയാണ്. നമ്മൾ വിശുദ്ധരായി തീരേണ്ട നമ്മൾ അശുദ്ധരായി മാറുന്നു. നമ്മുടെ പാപങ്ങൾ നിമിത്തം, അകൃത്യനിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളായി ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു എന്നാണ്. അകൃത്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കുകയാണ്. പാപം മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായി തീർന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിരഞ്ഞോടിക്കൊണ്ട് മനുഷ്യൻ എന്തു തെറ്റും ചെയ്യുവാൻ മടിയില്ലാത്ത സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏത് പാപപ്രവൃത്തികൾക്കും മറയില്ലാതെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ലോകത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമാണ്. മൃഗത്തേക്കാൾ അധപതിച്ചു പോകുന്ന, മൃഗത്തേക്കാൾ കഷ്ടമായിരിക്കുന്നൊരവസ്ഥയിലൂടെ മനുഷ്യൻ മാറുകയാണ്. സുബോധം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം പാപം ചെയ്യുമ്പോൾ ആ പാപം മൂലം ദൈവത്തിൽ നിന്നും നാം അകലെ പോവുകയാണ്, ദൈവസന്നിധി വിട്ടുപോകുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് അടുത്ത് ചെല്ലാനാണ് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്നും അകലെ പോകുന്നു. നമുക്കറിയാം, വചനം പഠിപ്പിക്കുന്നൊരു കാര്യം, ഈ ജനം അതിരം കൊണ്ട് ബഹുമാനിക്കുന്നു, അതിരം കൊണ്ട് എന്നെ ആരാധിക്കുന്നു, അതിരം കൊണ്ട് ശുശ്രൂഷിക്കുന്നു, അതിരം കൊണ്ട് പ്രസംഗിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് ദൂരത്തായിരിക്കും. ദൈവത്തോടൊരു ബന്ധവുമില്ല. പാടാം, പ്രാർത്ഥിക്കാം, ആരാധിക്കാം, പക്ഷേ ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണെന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം പാപം ചെയ്യുന്നു. ആ പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ പുണ്യാഗ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച മക്കളും അവകാശികളുമാക്കി വിശുദ്ധരാക്കി നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി സ്വർഗം തീർത്തതിന് നന്ദി പറയുന്ന നിമിഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ തീരട്ടെ. ഇനി മേലാൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്താതെ, പാപത്തിനടിമയായി തീരാതെ, പാപം ജീവിതത്തിൽ കടന്നു വരാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ വചനങ്ങളാൽ സർവേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.